23.5 കോടി വർഷങ്ങൾക്ക് മുൻപ് പാഞ്ചിയുടെ നിർജീവമായ ഹൃദയഭാഗത്തിലെവിടെയോ വിണ്ടുകീറിയ ചുവന്ന മരുഭൂമിയിലെ കുറ്റിച്ചെടികൾക്കിടയിൽ ഒരു ചെറിയ ജീവി ഒളിച്ചിരിക്കുകയാണ്. ഈ ലോകത്തിൽ ഈ ജീവിക്ക് ഒരു പ്രാധാന്യവുമില്ല. മറ്റൊരു ജീവിയും ഇതിനെ ഭയക്കുന്നില്ല. കാരണം മറ്റെല്ലാ ജീവിയേക്കാളും ഇത് ദുർബലനാണ്. ഈ ലോകം ഭരിക്കുന്ന രാക്ഷസ ജീവികളെ ചുറ്റും കാണാം. ഭയാനകമായ ഉരകജീവികളും ഭീമാകാരമായ മുതലവർഗങ്ങളുമാണ് ഈ കാലത്ത് ഭൂമി മൊത്തം അടക്കി വാഴുന്നത്. ഈ കുഞ്ഞൻ ജീവിക്ക് അതിജീവനം എന്നത് ഒളിച്ചിരിക്കുന്നതും ഓടുന്നതും പിന്നെ മറ്റു ജീവികൾ കളഞ്ഞിട്ട് പോയ ആഹാരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നതുമാണ്. അല്ലാതെ സമൃദ്ധമായി ആഹാരം കണ്ടെത്താൻ ഈ ലോകത്തിൽ ഒന്നും തന്നെ ഇല്ല. മരങ്ങൾ, നദികൾ, പച്ചപ്പ് അങ്ങനെ എല്ലാം തന്നെ അപൂർവമാണ്. എങ്ങോട്ട് നോക്കിയാലും മരുഭൂമി അല്ലാതെ ഒന്നും കാണാനില്ല. വായു പോലും വളരെ വരണ്ടതാണ്. നിലമാണെങ്കിൽ വെന്തുരുകുന്നു. മഴ എന്നത് ഇവിടെ അത്യപൂർവം മാത്രം ലഭിക്കുന്ന ഒരു വലിയ മഹാത്ഭുതം പോലെയാണ്. തീവ്രമായ വരൾച്ചയാണ് ഈ ലോകത്തിന്റെ മുഖമുദ്ര തന്നെ. നേരത്തെ പറഞ്ഞ രാക്ഷസ ജീവികൾ മറ്റു ജീവികളെ ചൂഷണം ചെയ്ത് അതിജീവിച്ചു. ദുർബലമായവ ഒളിച്ചിരുന്ന് അതിജീവിച്ചു. ഇത് രണ്ടും സാധിക്കാത്തവ ഭൂമുഖത്തു നിന്നും തുടച്ചു നീക്കപ്പെട്ടു. എന്നാൽ ഒരിക്കൽ എല്ലാം മാറിമറിഞ്ഞു. വായു പതിയെ കനം കൂടാൻ തുടങ്ങി. കാറ്റ് ശക്തമായി. ശൂന്യമായി കിടന്ന ആകാശം പതിയെ ഇരുണ്ട മേഘങ്ങൾ കൊണ്ട് നിറഞ്ഞു. അധികം വൈകാതെ മഴയും തുടങ്ങി. പക്ഷെ ഇതൊരു സാധാരണ മഴയായിരുന്നില്ല. വെറും കാലവർഷവുമായിരുന്നില്ല. ഇതൊരു തുടക്കമായിരുന്നു. 20 ലക്ഷം വർഷങ്ങളോളം നീണ്ടുനിന്ന മഹാമാരിയുടെ തുടക്കം. ഒരിക്കലും അവസാനിക്കാത്ത ഈ മഴ കാരണം മരുഭൂമികളൊക്കെ പതിയെ അപ്രത്യക്ഷമായിക്കൊണ്ടിരുന്നു. വറ്റിവരണ്ട് വിണ്ടുകീറിയ സ്ഥലങ്ങളിൽ വലിയ നദികൾ ഒഴുകാൻ തുടങ്ങി. മണലാരണ്യങ്ങളൊക്കെ മഴക്കാടുകളായി. ലോകം മുഴുവൻ അടിമുടി രൂപാന്തരപ്പെട്ടു. ഭൂമി അടക്കി വാണിരുന്ന രാക്ഷസ ജീവികളെല്ലാം പതിയെ തകർന്നുകൊണ്ടിരുന്നു. ഒടുവിൽ 20 ലക്ഷം വർഷങ്ങൾക്ക് ശേഷം മഴ തീർന്നപ്പോഴേക്കും പണ്ടത്തെ ഭരണാധികാരികളെല്ലാം ഭൂമുഖത്ത് നിന്നും പൂർണ്ണമായും അപ്രത്യക്ഷമായി. ഭൂമിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വിചിത്രമായ കാലാവസ്ഥാ സംഭവങ്ങളിൽ ഒന്നാണിത്. ഇതാണ് കാർണിയൻ പ്ലൂവിയൽ ഇവന്റ്. $23.5 കോടി വർഷങ്ങൾക്ക് മുൻപുള്ള ലോകം ഇന്നത്തേതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു. അന്ന് ആകെ ഒരേ ഒരു ഭൂഖണ്ഡം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് പാഞ്ചിയ. സകല ഭൂഖണ്ഡങ്ങളും ഒരുമിച്ച് ചേർന്ന് രൂപം കൊണ്ട ഒരു മഹാഭൂഖണ്ഡം. ഇന്ന് കാണുന്ന സകല ഭൂഖണ്ഡങ്ങളും അന്ന് പാഞ്ചിയയുടെ ഭാഗമായിരുന്നു. പാഞ്ചിയയുടെ തീരപ്രദേശങ്ങളിൽ ആവശ്യത്തിന് മഴ ലഭിക്കും. എന്നാൽ സമുദ്രത്തിൽ നിന്നും അകലുന്നതിനനുസരിച്ച്, അതായത് പാഞ്ചിയയുടെ ഉള്ളിലോട്ട് പോകുമ്പോൾ അവസ്ഥകളൊക്കെ വളരെ തീവ്രമായിരുന്നു. കരഭാഗം വളരെ വലുതായിരുന്നതിനാൽ ജലാംശം നിറഞ്ഞ കാറ്റ് തീരപ്രദേശങ്ങളിൽ നിന്നും ഒരുപാട് ദൂരം സഞ്ചരിച്ച് ഉൾപ്രദേശത്തിലെത്തുമ്പോഴേക്കും ജലാംശമെല്ലാം നഷ്ടപ്പെട്ട വരണ്ട കാറ്റായി മാറും. അതുമാത്രമല്ല, പല പല ടെക്ടോണിക് പ്ലേറ്റ്സ് തമ്മിൽ കൂട്ടിയിടിച്ച് യോജിച്ചപ്പോഴാണ് പാഞ്ചിയ രൂപം കൊണ്ടത്. ഈ കൂട്ടിയിടികളിലൂടെ പാഞ്ചിയയിൽ നിരവധി മലനിരകൾ ഉണ്ടായിട്ടുണ്ട്. ഈ മലനിരകൾ ഉള്ളിലോട്ട് വരുന്ന ചൂടും നനവുമുള്ള കാറ്റിനെ തടയും. അതുകൊണ്ട് ഉള്ളിലോട്ട് അധികം മഴയും ലഭിക്കില്ല. ഇതിനെല്ലാത്തിനും പുറമെ ഉപ്പും വലിയൊരു പ്രശ്നമായിരുന്നു. അതായത് പാഞ്ചിയയുടെ ഹൃദയഭാഗങ്ങളിലുള്ള വിശാലമായ ഉൾക്കടലുകൾ വറ്റിയപ്പോൾ അവിടെ അവശേഷിച്ചത് ഉപ്പും ധാതുക്കളും കൊണ്ട് നിർമ്മിതമായ സമതലങ്ങളാണ്. ഈ സമതലങ്ങൾ നല്ല രീതിയിൽ സൂര്യപ്രകാശത്തിനെ പ്രതിഫലിപ്പിക്കും. ഇത് സാധാരണയായി മഴമേഘങ്ങളായി മാറാൻ കാരണമാകുന്ന പ്രാദേശിക വായു പ്രവാഹങ്ങളെ തടസ്സപ്പെടുത്തും. അങ്ങനെ മഴ ലഭിക്കാതിരിക്കാൻ അതും ഒരു കാരണമായിരുന്നു. ഉപ്പ് വളരെ എഫിഷ്യന്റായി വെള്ളം അബ്സോർബ് ചെയ്യും. അതുകൊണ്ട് ഉൾപ്രദേശങ്ങളിൽ ഏതെങ്കിലും വിധത്തിൽ ജലം എത്തിയാലും അത് മൊത്തം ഈ ഉപ്പ് നിറഞ്ഞ സമതല പ്രദേശങ്ങൾ വലിച്ചെടുക്കും. നിലം മുഴുവൻ വരണ്ടതായി മാറിയതിന്റെ ഒരു പ്രധാന കാരണം ഇതായിരുന്നു. അങ്ങനെ ഇതിന്റെയൊക്കെ അനന്തരഫലമായി ഉൾഭാഗം നല്ലൊരു ശതമാനവും വളരെ വരണ്ടതും ചുട്ടുപൊള്ളുന്നതുമായ അവസ്ഥയിലായിരുന്നു. പാഞ്ചിയയിലുടനീളം ചുവന്ന മരുഭൂമികൾ വ്യാപിച്ചു കിടന്നു. ചൂടും ഉപ്പും വരൾച്ചയും ഒക്കെ കാരണം നിലം മുഴുവൻ കോൺക്രീറ്റ് പോലെ വളരെ കഠിനമായിട്ടാണ് കിടന്നത്. ജലസ്രോതസ്സുകളൊക്കെ വളരെ അപൂർവമായിരുന്നു. ഉള്ള ജലസ്രോതസ്സുകളിൽ മിക്കതും ഉപ്പും മിനറൽസും ഒക്കെ ഒരുപാട് കൂടുതലുള്ള വളരെ ടോക്സിക് ആയവയുമായിരുന്നു. പല ദശലക്ഷക്കണക്കിന് വർഷങ്ങളോളം കാലം പാഞ്ചിയയുടെ ഉൾഭാഗം ഭൂമിയിലെ ഏറ്റവും കഠിനമായ പരിസ്ഥിതികളിൽ ഒന്നായിരുന്നു. എന്നാൽ ഒരിക്കൽ ഈ പരിസ്ഥിതിയിൽ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. അതിന്റെ തുടക്കം കുറിച്ചത് ഭൂമിക്കടിയിൽ നിന്നുമാണ്. നോർത്ത് അമേരിക്കയുടെ വെസ്റ്റേൺ തീരപ്രദേശത്തിൽ റാങ്കല്യ എന്ന് പറയപ്പെടുന്ന ഒരു ഭൂപ്രദേശമുണ്ട്. 23.5 കോടി വർഷങ്ങൾക്ക് മുന്നേ ഈ ഭൂപ്രദേശം ഒരു വലിയ ദ്വീപ സമൂഹമായിട്ട് കിടക്കുകയായിരുന്നു. ഏകദേശം 23.4 കോടി വർഷങ്ങൾക്ക് മുന്നേ ഈ ദ്വീപ സമൂഹത്തിൽ വളരെ വലിയൊരു വോൾക്കാനിക് ഇവന്റ് ഉണ്ടായി.
പക്ഷെ ഇത് ഒരൊറ്റ അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്ന ഒരു സംഭവമായിരുന്നില്ല. പകരം അതിനേക്കാൾ ഭയാനകമായ ഇഗ്നിയസ് പ്രൊവിൻസ് ആയിരുന്നു. വളരെ നിസ്സാരമായിട്ട് പറഞ്ഞാൽ, ഭൂമിയുടെ ഉള്ളിലുള്ള ലാവ ഏതെങ്കിലും ഒരു പോയിന്റിലൂടെ പുറത്തേക്ക് വമിക്കുന്നതിന് പകരം ഒരു വലിയ പ്രദേശത്തിൽ പലയിടത്തും വിള്ളലുകൾ വീഴുകയും അവയിലൂടെ എല്ലാം ലാവ പുറത്തേക്ക് ഒഴുകുകയും ചെയ്യും. ഇത്തരത്തിലുള്ള പ്രദേശങ്ങളെയാണ് ഇഗ്നിയസ് പ്രൊവിൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ലാവ ഒഴുകുന്നത് നൂറുകണക്കിന് വർഷങ്ങൾ മുതൽ ചിലപ്പോൾ പല ദശലക്ഷക്കണക്കിന് വർഷങ്ങളോളം വരെ തുടർന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഇത്തരം ഭൂപ്രദേശങ്ങളുടെ ഉപരിതലം മുഴുവൻ പൂർണ്ണമായും ലാവ കൊണ്ട് നിറയും. ഇതുപോലെയുള്ള വോൾക്കാനിക് ഇവന്റ്സിന് ലോകത്തിനെ മുഴുവൻ ബാധിക്കാൻ കഴിയും. ഭൂമിയുടെ ചരിത്രത്തിൽ ഇടയ്ക്കിടയ്ക്ക് നടക്കുന്ന തീവ്രമായ ആഗോള കാലാവസ്ഥാ മാറ്റങ്ങൾക്കും മാരകമായ മഹാവംശനാശങ്ങൾക്കും പിന്നിൽ ഏറ്റവും പ്രധാനമായ കാരണമായിട്ട് പരിഗണിക്കുന്നത് ഇത്തരം വോൾക്കാനിക് ഇവന്റ്സിനെയാണ്. റാങ്കലിയയിൽ സംഭവിച്ചതും അതുപോലെ ഒരു ആഗോള തലത്തിലുള്ള വോൾക്കാനിക് ഇവന്റ് ആയിരുന്നു. ഈ വോൾക്കാനിക് ഇവന്റിന്റെ ഏറ്റവും വലിയ പ്രശ്നം വാതകമായിരുന്നു. ഓരോ തവണ വോൾക്കാനിക് ഇറപ്ഷൻ സംഭവിക്കുമ്പോഴും ലാവയ്ക്കൊപ്പം കാർബൺ ഡയോക്സൈഡും സൾഫറും പോലെയുള്ള നിരവധി വാതകങ്ങളും കെമിക്കൽസും വൻ തോതിലാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നത്. ഈ വാതകങ്ങളും കെമിക്കൽസും അന്തരീക്ഷത്തിന്റെ കെമിസ്ട്രിയിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്താൻ തുടങ്ങി. കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷത്തിൽ കൂടുതൽ ചൂട് പിടിച്ചു നിർത്തും. സൾഫർ കോമ്പൗണ്ട്സ് മഴയെയും അന്തരീക്ഷ പ്രതിപ്രവർത്തനങ്ങളെയും രൂപാന്തരപ്പെടുത്തും. അനന്തരഫലമായി പാൻജിയയിലെ കാലാവസ്ഥകളുടെ താളം തെറ്റി. ആദ്യം ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടായത്. അന്തരീക്ഷത്തിൽ ചെറിയ രീതിയിൽ ചൂടുകൂടി, പിന്നെ ശകലം നനവ് കൂടി, ശേഷം വാട്ടർ സൈക്കിൾ ശക്തി പ്രാപിച്ചു. പക്ഷേ കാലാവസ്ഥ എന്നത് അത്ര ലളിതമായ ഒന്നല്ല. അത് വളരെ സങ്കീർണമായ ഒരു സംവിധാനമാണ്. ചൂട് കൂടുമ്പോൾ സമുദ്രത്തിൽ കൂടുതൽ ഇവാപറേഷൻ സംഭവിക്കും. അങ്ങനെ അതിലൂടെ അന്തരീക്ഷത്തിൽ കൂടുതൽ ജലമെത്തുമ്പോൾ ഗ്രീൻ ഹൗസ് എഫക്റ്റ് തീവ്രമാകും. അത് അന്തരീക്ഷത്തിനെ ചൂടാക്കും. ചൂട് കൂടി അന്തരീക്ഷത്തിന് കൂടുതൽ ജലം പിടിച്ചു നിർത്താൻ കഴിയും. അന്തരീക്ഷത്തിൽ ജലാംശം കൂടുമ്പോൾ സ്വാഭാവികമായും മഴയുടെ അളവും വർദ്ധിക്കും. ഇതാണ് അന്ന് റാങ്കലിയ കാരണം സംഭവിച്ചത്. പാൻജിയിൽ തീരപ്രദേശങ്ങളിൽ മാത്രം ലഭിച്ചിരുന്ന മഴ പിന്നീട് പതിയെ പതിയെ ഉൾപ്രദേശങ്ങളിലേക്കും നീങ്ങി. ആദ്യം ചെറിയ രീതിയിൽ പെയ്തു തുടങ്ങിയ മഴ കാലക്രമേണ വളരെ തീവ്രമായി മാറി. അതോടെയാണ് കാർണിയൻ പ്ലൂവിയൽ ഇവന്റ് ആരംഭിച്ചത്. ഏകദേശം 2 ദശലക്ഷം വർഷങ്ങളോളം കാലം വരെ ശക്തമായ മഴ തുടർന്ന് പെയ്തുകൊണ്ടിരുന്നു. എന്നുവെച്ച് ഒരിക്കലും തോരാത്ത മഴ പെയ്തുവെന്നല്ല, മറിച്ച് ഇടയ്ക്കിടയ്ക്ക് വളരെ ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കും. മഴക്കാലം ഒരുപാട് മാസങ്ങൾ നീണ്ടുനിന്നു. ചില എസ്റ്റിമേഷൻസ് പ്രകാരം വർഷത്തിൽ 8 മാസങ്ങളിൽ കൂടുതലും മഴക്കാലം മാത്രമായിരുന്നു. വേനൽക്കാലം പോലും അന്തരീക്ഷം വളരെ നനവ് കൂടിയ അവസ്ഥയിൽ തന്നെ ആയിരുന്നു, അല്ലാതെ വരണ്ട അവസ്ഥയായിരുന്നില്ല. മഴക്കാലത്തിന് പുറമെ മറ്റ് ഋതുകാലങ്ങളിലും വളരെ ശക്തമായ മഴ ലഭിച്ചിരുന്നു. ഇങ്ങനെ 20 ലക്ഷം വർഷങ്ങളോളം തുടർന്നു. ഇത് പാൻജിയുടെ പരിസ്ഥിതികളെ അടിമുടി തകർത്തു കളഞ്ഞു. അന്നത്തെ സകല ആവാസ വ്യവസ്ഥകളും പല വിധത്തിലുമുള്ള പ്രതിസന്ധികളും നേരിടേണ്ടി വന്നു. ആദ്യത്തെ പ്രശ്നം മാരകമായ വെള്ളപ്പൊക്കങ്ങളുടെ രൂപത്തിലാണ് വന്നത്. വരണ്ട നീർച്ചാലുകളെല്ലാം വമ്പൻ നദികളായി മാറി. കോൺക്രീറ്റ് പോലെ ഉറഞ്ഞുകിടന്ന നിലം മുഴുവൻ ഒഴുകുന്ന ചെളി കൊണ്ട് നിറഞ്ഞ ചതുപ്പ് നിലങ്ങളായി മാറി. സമതല പ്രദേശങ്ങളൊക്കെ സമുദ്രമാണെന്ന് തെറ്റിദ്ധരിക്കും വിധത്തിൽ വളരെ വലിയ കായലുകളായി. രണ്ടാമത്തെ പ്രശ്നം ആസിഡ് ആയിരുന്നു. റാങ്കലിയ ഇറപ്ഷൻസിലൂടെ വൻതോതിൽ ഹൈഡ്രജൻ സൾഫൈഡും വമിച്ചിരുന്നു. മുട്ടയുടെ സ്മെല്ലുള്ള ഈ വാതകം ഓക്സിജനും ജലവുമായി പ്രതിപ്രവർത്തിക്കുകയും അതെല്ലാം ചേർന്ന് സൾഫ്യൂരിക് ആസിഡായി മാറുകയും ചെയ്തു. അനന്തരഫലമായി ആസിഡ് മഴ പെയ്യാൻ തുടങ്ങി. ആസിഡ് മഴയ്ക്ക് വെതറിംഗ് എന്ന പ്രതിഭാസത്തെ ആക്സലറേറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് പാറകളെയൊക്കെ വളരെ വേഗം ദ്രവിപ്പിച്ച് നശിപ്പിക്കാനാകും. അതിനു പുറമെ ആസിഡ് മഴ സസ്യജാലങ്ങളെയെല്ലാം കാര്യമായി ബാധിക്കും. സസ്യജാലങ്ങളിലെ മിനറൽസിനെയെല്ലാം നശിപ്പിക്കും. സസ്യജാലങ്ങൾക്ക് ആവശ്യമായ ന്യൂട്രിയൻസ് ഒക്കെ ഇത് വലിച്ചെടുക്കും. അതിനു പുറമെ നിരന്തരമായ വെള്ളപ്പാച്ചിലിൽ കരയിലെ മണ്ണെല്ലാം ഒലിച്ചു പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പാൻജിയുടെ ഏകദേശം എല്ലായിടത്തും ഭയാനകമായ ഉരുൾപൊട്ടൽ പതിവായി. അങ്ങനെ ഒടുവിൽ പ്രധാനപ്പെട്ട സസ്യജാലങ്ങളെല്ലാം നശിക്കാൻ തുടങ്ങി. സസ്യജാലങ്ങൾ നശിക്കുമ്പോൾ സ്വാഭാവികമായും ഏറ്റവും വലിയ സസ്യഭൂക്കുകളും നശിക്കും. ഏറ്റവും വലിയ സസ്യഭൂക്കുകൾ നശിച്ചാൽ അതോടൊപ്പം അവയെ വേട്ടയാടിയിരുന്ന ഏറ്റവും വലിയ പ്രൊഡക്റ്റേഴ്സും നശിക്കും. അങ്ങനെ ആ കാലത്തുണ്ടായിരുന്ന ഏറ്റവും വലിയ ജീവജാല വർഗങ്ങൾക്കെല്ലാം ഏകദേശം പൂർണ്ണമായും വംശനാശം സംഭവിച്ചു. ഇത് കരയുടെ കാര്യമാണ്. സമുദ്രങ്ങളിലാണെങ്കിൽ അവസ്ഥകൾ കൂടുതൽ മോശമായിരുന്നു. അന്ന് വോൾക്കാനിക് ഇറപ്ഷൻസിലൂടെ വൻതോതിൽ CO2 അന്തരീക്ഷത്തിലെത്തിയതിനാൽ അധികമായി വന്ന മൊത്തം CO2വിനെയും സമുദ്രജലം അബ്സോർബ് ചെയ്തു. എന്നിട്ട് അതിനെ കാർബോണിക് ആസിഡാക്കി മാറ്റി. ചില സമുദ്രജീവികൾക്ക് കഠിനമായ പുറംതോടും സ്കെലറ്റനുമൊക്കെ ഉണ്ടാകണമെങ്കിൽ പല വിധത്തിലുമുള്ള കാർബണേറ്റ് മിനറൽസ് ആവശ്യമാണ്.
എന്നാൽ കാർബോണിക് ആസിഡ് ഈ മിനറൽസിനെയൊക്കെ നശിപ്പിച്ചു കളയും. അതിനാൽ പ്ലാങ്ക്ടൺ, ക്ലാംസ്, കോറൽസ് മുതലായ സമുദ്രജീവികളെല്ലാം മിനറൽസ് ഇല്ലാതെ കഷ്ടത്തിലായി. അതിനു പുറമെ കാർബോണിക് ആസിഡ് ഇവയുടെ പുറം തോടിനെയൊക്കെ ദ്രവിപ്പിച്ച് കളയുകയും ചെയ്യും. അങ്ങനെ കാലക്രമേണ ഈ പറഞ്ഞ വിഭാഗത്തിലെ നല്ലൊരു ശതമാനം വർഗങ്ങൾക്കും വംശനാശവും സംഭവിച്ചു. കാർബോണിക് ആസിഡിന് പുറമെ താപനിലയും വലിയൊരു പ്രശ്നമായിരുന്നു. പെട്ടെന്നുള്ള ഗ്ലോബൽ വാർമിംഗ് കാരണം സമുദ്രജലം മുഴുവൻ ചൂടായി. ചൂട് കൂടിയ ജലത്തിന് അത്രത്തോളം ഓക്സിജൻ പിടിച്ചു നിർത്താൻ കഴിയില്ല. അങ്ങനെ ഓൾറെഡി സമുദ്രത്തിലെ ഓക്സിജന്റെ അളവ് കുറവായിരുന്നു. അതിന് പിന്നാലെ കരയിൽ നിന്നും ഒലിച്ചു പോയ മണ്ണും സെഡിമെന്റ്സും കെമിക്കൽസും എല്ലാം നദികളിലൂടെ നേരെ സമുദ്രങ്ങളിലാണ് ചെന്നിറങ്ങിയത്. അതിൽ നിന്നുമുള്ള ന്യൂട്രിയൻസ് സമുദ്രങ്ങളിലെ സൂക്ഷ്മജീവികൾക്ക് വളം പോലെ ആയിരുന്നു. അങ്ങനെ അതുപയോഗിച്ച് സൂക്ഷ്മജീവികളൊക്കെ തഴച്ചു വളരുകയും സമുദ്രം മുഴുവൻ പെരുകുകയും ചെയ്തു. ഈ സൂക്ഷ്മജീവികളൊക്കെ നശിച്ചപ്പോൾ അവയുടെ ഡീകമ്പോസിഷൻ പ്രക്രിയയും വൻതോതിൽ ഓക്സിജൻ വലിച്ചെടുത്തു. അങ്ങനെ എല്ലാം കൊണ്ടും അന്ന് സമുദ്രത്തിൽ ഓക്സിജന്റെ അളവ് തീരെ കുറവായിരുന്നു. അനന്തരഫലമായി ആവശ്യത്തിന് ഓക്സിജൻ കിട്ടാതെയും അന്ന് സമുദ്രജീവികളൊക്കെ കഷ്ടത്തിലായി. നിഗമന പ്രകാരം ഏകദേശം 33% സമുദ്രജീവികൾക്കാണ് കാർണിയൻ പ്ലൂവിയൽ ഇവന്റ് കാരണം വംശനാശം സംഭവിച്ചത്. അതായത് 1/3 അപ്രത്യക്ഷമായി. കരയിൽ എത്ര ശതമാനമാണെന്ന് കൃത്യമായിട്ട് അറിയില്ല. എന്നിരുന്നാലും സമുദ്രങ്ങളെ ബാധിച്ച അത്രത്തോളം കരയെ ബാധിച്ചു കാണില്ല എന്നാണ് കരുതുന്നത്. ഏകദേശം 20 ലക്ഷം വർഷങ്ങൾക്ക് ശേഷം, അതായത് 23.2 കോടി വർഷങ്ങൾക്ക് മുന്നേ റാങ്കല്ലിയയിലെ വോൾക്കാനിക് ഇവന്റിന്റെ തീവ്രത കുറഞ്ഞു. പിന്നാലെ ഗ്രീൻ ഹൗസ് വാതകങ്ങളുടെ അളവും കുറഞ്ഞു. വെതറിങ്ങും മഴക്കാടുകളും സമുദ്രങ്ങളും എല്ലാം ചേർന്ന് അന്തരീക്ഷത്തിലുള്ള CO2നെ വലിച്ചെടുത്തു. വാട്ടർ സൈക്കിളിന്റെയും കാറ്റിന്റെയും ഒക്കെ തീവ്രത കുറഞ്ഞു. അപ്പോൾ മഴയുടെ തീവ്രതയും ഫ്രീക്വൻസിയും നോർമലായി. അതോടെ കാർണിയൻ പ്ലൂവിയൽ ഇവന്റും അവസാനിച്ചു. പക്ഷെ അപ്പോഴേക്കും ലോകം പൂർണ്ണമായും രൂപാന്തരപ്പെട്ടിരുന്നു. കാർണിയൻ പ്ലൂവിയൽ ഇവന്റ് ലോകത്തിന്റെ പഴയ ആവാസ വ്യവസ്ഥകളെയൊക്കെ പൂർണ്ണമായും തകർത്തു കളഞ്ഞു. എന്നിരുന്നാലും അതെല്ലാം താൽക്കാലികമായ പ്രശ്നങ്ങൾ മാത്രമായിരുന്നു. ആദ്യം ഇതൊരു ശാപമായിരുന്നെങ്കിലും കാലക്രമേണ ലോകത്തിന് ഇതൊരു അനുഗ്രഹമായി മാറി. എന്തെന്നാൽ ഈ സംഭവത്തിന് ശേഷം പാൻജിയ മുഴുവൻ പതിയെ പച്ചപ്പ് കൊണ്ട് നിറഞ്ഞു. മരുഭൂമി പ്രദേശങ്ങളൊക്കെ മഴക്കാടുകളായി മാറി. വളരെ സങ്കീർണമായ നദീതടങ്ങൾ ഉണ്ടായി. അവിടെയൊക്കെ പല വിധത്തിലുമുള്ള ജീവജാലങ്ങൾ കൊണ്ട് നിറയുകയും ചെയ്തു. ഒരുപാട് ജീവിവർഗങ്ങൾക്ക് വംശനാശം സംഭവിച്ചുവെങ്കിലും അതിജീവിച്ചവയെല്ലാം വളരെ വേഗം വൈവിധ്യമാർന്ന രീതിയിൽ പരിണമിക്കുകയും അതിലൂടെ ഒരുപാട് പുതിയ വർഗങ്ങൾ ഉടലെടുക്കുകയും ചെയ്തു. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് പണ്ട് ചെടികൾക്കിടയിൽ ഒളിച്ചു ജീവിച്ചിരുന്ന ജീവിവർഗം. കാർണിയൻ പ്ലൂവിയൽ ഇവന്റിന് ശേഷം പിന്നെ ഇവയാണ് ലോകത്തിന്റെ ഭരണം ഏറ്റെടുത്തത്. ഇവയാണ് ഡൈനോസേഴ്സ്. രൂപാന്തരപ്പെട്ട പുതിയ ലോകത്തിൽ ജീവിക്കാൻ പറ്റിയ വിധത്തിലാണ് ദിനോസറുകൾ പരിണമിച്ചത്. അങ്ങനെ അവ പിന്നെ 16 കോടിയിൽ കൂടുതൽ വർഷക്കാലം ഭൂമി അടക്കി വാണു. കാർണിയൻ പ്ലൂവിയൽ ഇവന്റിൽ പണ്ടത്തെ ഭൂരിപക്ഷം കോറൽസും നശിക്കുകയും അതിജീവിച്ചവ പുതിയ രീതിയിൽ പരിണമിക്കുകയും ചെയ്തു. അതോടെയാണ് ഇന്നത്തെ കോറൽസ് ആദ്യമായി പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത്. ഇന്ന് സമുദ്രത്തിലെ ആവാസ വ്യവസ്ഥകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ കോറൽസ്. അതുപോലെ ഈ സംഭവത്തിന് ശേഷം സമുദ്രത്തിൽ പുതിയ തരം പ്ലാങ്ക്ടൺസ് പരിണമിച്ചു. ഇന്ന് സമുദ്രത്തിലെ ആഹാര ശൃംഖലകളുടെ ഏറ്റവും അടിസ്ഥാന ഘടകങ്ങളിലൊന്നാണ് ഈ പ്ലാങ്ക്ടൺ വർഗ്ഗങ്ങൾ. കരയിൽ ഈ സംഭവം കാരണം ആവാസ വ്യവസ്ഥകളിൽ വന്ന മാറ്റങ്ങൾ സൈനോഡോൺസ് എന്നൊരു തരം റെപ്റ്റൈൽസിന് ഉത്തമമായിരുന്നു. അനന്തരഫലമായി അവ അതിവേഗം വൈവിധ്യമായി പരിണമിച്ചു. ഈ പുതിയ വർഗം സൈനോഡോൺസിൽ നിന്നുമാണ് കാലക്രമേണ മാമൽസ് രൂപം കൊണ്ടത്. ഇന്നത്തെ കടലാമകൾ, പല്ലികൾ, വിത്തുള്ള സസ്യജാലങ്ങൾ, കോണിഫർ ചെടിവർഗ്ഗങ്ങൾ എന്നിവയൊക്കെ വൈവിധ്യമായി പരിണമിക്കാൻ തുടങ്ങിയതും ഈ സംഭവത്തിന് ശേഷമാണ്. ചുരുക്കി പറഞ്ഞാൽ കാർണിയൻ പ്ലൂവിയൽ ഇവന്റിന് ശേഷം ഭൂമി മൊത്തം പുതിയൊരു ലോകമായി മാറി. കാർണിയൻ പ്ലൂവിയൽ ഇവന്റ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഭൂമി സർവനാശങ്ങൾ വിതയ്ക്കുമെങ്കിലും അതെല്ലാം മഹത്തായ എന്തിന്റെയെങ്കിലും തുടക്കമായിരിക്കും. 20 ലക്ഷം വർഷങ്ങൾ നീണ്ട മഴ ഭൂമിയുടെ പഴയ രൂപവും ജീവന്റെ പഴയ നിയമങ്ങളും പൂർണ്ണമായും തകർത്തു. പക്ഷേ ആ തകർച്ചയുടെ ഇടയിൽ പ്രകൃതി ഒരു പുതിയ അധ്യായം എഴുതുകയായിരുന്നു. അതുകൊണ്ട് കാർണിയൻ പ്ലൂവിയൽ ഇവന്റ് വെറും ഒരു മഴക്കാലമായിരുന്നില്ല. അത് ഭൂമിയുടെ ചരിത്രത്തിന്റെ ഒരു റീസെറ്റ് ബട്ടൺ ആയിരുന്നു. ഒരു യുഗം അവസാനിപ്പിച്ച് മറ്റൊരു മഹായുഗത്തിന് തുടക്കം കുറിച്ച മഹാപ്രളയം.